വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ പല കോണുകളിലും ഇരുന്ന് ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ നിയോഗങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ദൈവമേ, അങ്ങയുടെ സ്വരം ശ്രവിക്കുമ്പോൾ, ഓരോ വചനവും ശ്രവിക്കുമ്പോൾ അത് അഭിഷേകമായി, അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. തമ്പുരാനെ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ, അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവായ തോമാസ് ശ്ലീഹായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വചനഭാഗമാണല്ലോ ഇത്. എല്ലാ വർഷവും പുതുഞാറാഴ്ച വളരെ പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുള്ള തിരുവചനങ്ങളാണ്. തോമാസ് ശ്ലീഹായ്ക്ക് ലഭിച്ച വലിയ ഒരു ദൈവാനുഭവത്തെക്കുറിച്ചാണ് അവിടെ വചനം പങ്കുവയ്ക്കുക. വളരെ വ്യക്തിപരമായ ഒരു ദൈവാനുഭവം തോമാസ് ശ്ലീഹായ്ക്ക് ലഭിക്കുകയാണ്. നമുക്കറിയാം, ശിഷ്യന്മാരെല്ലാവരും കതകടച്ച് ഒരു മുറിയിൽ ആയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുൻപിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യം അവർക്കില്ല. യേശു മരണപ്പെട്ടു. അതിൻ്റെ വലിയ നിരാശയും ദുഃഖഭാരവും അവരുടെ ഉള്ളിലുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് തമ്പുരാൻ കടന്നു വരികയാണ്. വചനം പറയുന്നു, ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്ന് യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഒപ്പം ഇങ്ങനെ കൂടി പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഉദ്ധിതനായ തമ്പുരാൻ നൽകുന്ന സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അവരോരോരുത്തരും സ്വീകരിക്കുകയാണ്. അതാണ് ആദ്യഘട്ടത്തിൽ തോമാസ് ശ്ലീഹായ്ക്ക് ലഭിക്കാതെ പോയത്. ഇതറിഞ്ഞ തോമാസ് ശ്ലീഹ ഇപ്രകാരമാണല്ലോ പറയുന്നത്, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. തോമാസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഒരു പക്ഷേ ഒരു വലിയ ശാഠ്യമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. കാരണം താൻ പുറത്തുപോയ അവസരത്തിൽ ഇതാ ഉദ്ധിതനായ തമ്പുരാൻ മറ്റുള്ളവർക്ക് വലിയ ഒരു അനുഭവം സമ്മാനിച്ചിരിക്കുന്നു. അത് തനിക്ക് ലഭിച്ചില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖമായിരിക്കാം തോമസിനെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, തോമാസ് ശ്ലീഹായുടെ ആ ശാഠ്യത്തിന് മുൻപിൽ, ആ നിർബന്ധത്തിന് മുൻപിൽ വഴങ്ങുന്ന ഒരു ദൈവത്തെയാണല്ലോ നമ്മൾ പിന്നീട് കാണുക.
8 ദിവസത്തോളം ഇതേ വാക്കുകളും ഇതേ നിലപാടുമായിട്ട് തോമാസ് ലീഹ നിന്നു. കാരണം 8 ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തമ്പുരാൻ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു വരിക. അവിടുന്ന് വന്ന ഉടനെ ഇപ്രകാരം പറഞ്ഞു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഒരു പക്ഷേ ഈ രണ്ടാമതുള്ള വരവ് അത് തോമാസ് ലീഹായ്ക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണ്. കാരണം നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് ഈശോ ആദ്യം വിളിക്കുന്നത് തോമാസ് ലീഹായുടെ പേരാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ ഒന്ന് ധ്യാനിക്കുക. എനിക്കും വേണം വ്യക്തിപരമായ ഒരനുഭവം എന്ന് പറയുമ്പോൾ അത് നൽകാനായി തോമാസ് ലീഹായെ തേടി വരുന്ന ഒരു തമ്പുരാൻ. എന്നിട്ട് അദ്ദേഹത്തെ വിളിക്കുകയാണ്, എന്നെ സ്പർശിക്കുക, എൻ്റെ മുറിവുകളെ തൊടുക. തോമാസ് ലീഹ ഇപ്രകാരം പറഞ്ഞു എന്നാണല്ലോ എഴുതുക. വചനം പറയുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ അവിശ്വാസത്തിൻ്റെ കണിക തോമാസ് ലീഹായിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ഈ വചനത്തോടു കൂടി, ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി അതിനെയെല്ലാം മറികടക്കുന്ന ഒരു യേശു ശിഷ്യനെയാണ് നമ്മൾ കാണുക. ഇതാ വ്യക്തിപരമായ ദൈവാനുഭവം ലഭിച്ചപ്പോൾ തോമാസ് ലീഹായുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകളാണത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശുവിനോട് കൂടി ആയിരുന്നപ്പോഴെല്ലാം ഇങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്ന മനുഷ്യൻ തന്നെയാണ്, ശിഷ്യൻ തന്നെയാണ് തോമാസ് ലീഹ. നമുക്കറിയാം, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന് തോമാസ് ലീഹ പറയുന്നുണ്ട്. അത്രമാത്രം യേശുവിനെ സ്നേഹിച്ച, തമ്പുരാനിൽ ആശ്രയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പ്രിയമുള്ളവരെ, ഇത് ബാഹ്യമായ ഒരു പ്രകടനമല്ല, മറിച്ച് ദൈവം മുൻപിൽ വന്നു നിൽക്കുമ്പോൾ, വ്യക്തിപരമായി തമ്പുരാനെ അനുഭവിക്കാൻ കഴിയുമ്പോൾ ഉള്ളിൽ നിന്നും ഉതിരുന്ന വാക്കുകളാണ്. ഹൃദയം പറയുന്നതാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇതുപോലെയുള്ള വ്യക്തിപരമായ ഒരു അനുഭവത്തിന് വേണ്ടി, ദൈവാനുഭവത്തിന് വേണ്ടി നമ്മിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പിതാവായ തോമാസ് ലീഹ നമ്മയൊക്കെ വിളിക്കുന്നത് അങ്ങനെ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനുമാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മോശയെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം വായിക്കുന്നുണ്ടല്ലോ. 24-ാമത്തെ അധ്യായം 12 മുതലുള്ള വചനഭാഗം. അതിൻ്റെ തലക്കെട്ട് മോശ സീനായി മലയിൽ എന്നുള്ളതാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തൻ്റെ സേവകനായ ജോഷുവയോടുകൂടെ എഴുന്നേറ്റു. മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി. അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങളിവിടെ കാത്തു നിൽക്കുവിൻ. അഹറോനും ഹൂറും നിങ്ങളോട് കൂടെയുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ. പ്രിയമുള്ളവരെ, പിന്നീടുള്ള വചനഭാഗം ഏറെ മനോഹരമാണ്. മോശ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലർക്ക് കാണപ്പെട്ടു. മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. മോശ ദൈവത്തെ കണ്ടുമുട്ടുന്ന, മോശയ്ക്ക് വലിയ ഒരു ദൈവാനുഭവം ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് വചനം പറയുക. ദൈവസന്നിധിയിൽ 40 രാവും 40 പകലും ചെലവഴിക്കുന്ന മോശ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന മോശ. പ്രിയമുള്ളവരെ, ഈ മനുഷ്യനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരുപാട് ബലഹീനതകളും കുറവുകളുമുള്ള ഒരു വ്യക്തിയായിരുന്നു മോശ. വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം ദൈവത്തോട് പറയുന്നുണ്ട്, എൻ്റെ സംസാരത്തിൽ തടസ്സമുണ്ട്, ഞാൻ പറഞ്ഞാൽ ഈ ജനം ഒരിക്കലും ശ്രവിക്കില്ല, ഇവരെ നയിക്കാനുള്ള കഴിവ് എനിക്കില്ല. അങ്ങനെയെല്ലാം പറയുന്ന മോശയാണ് ഇതാ ദൈവത്തെ മുഖാമുഖം കാണുന്ന വ്യക്തിയായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്ന മാറ്റം എന്താണ് എന്ന് പുറപ്പാട് പുസ്തകത്തിൻ്റെ തന്നെ 34-ാമത്തെ അധ്യായം നമ്മോട് പറയും. പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ.
2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹറോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. പിന്നീട് നമ്മൾ വായിക്കും, അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ലഭിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. മറ്റുള്ളവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ അവർ തിരിച്ചറിയും ഈ വ്യക്തിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. മുഖം ജ്വലിക്കും, ജീവിതം പ്രകാശമയമാകും. പ്രിയമുള്ളവരെ, അതാണല്ലോ 34-ാം സങ്കീർത്തനത്തിന് 5-ാം തിരുവചനം പറയുക, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ദൈവത്തെ നോക്കുന്നവർക്ക്, ദൈവവുമായിട്ട് സംസാരിക്കുന്നവർക്ക്, അവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നവർക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും ഈ മാറ്റം അനുഭവവേദ്യമാകും. തോമാസ് സ്ലീഹായുടെ ജീവിതത്തിൽ, മോശയുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചത് ഈ ഒരു കാര്യമാണ്. വീണ്ടും മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 17 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ മറ്റൊരു വ്യക്തിയുടെ അനുഭവം കാണുന്നുണ്ട്. അതിന് തലക്കെട്ട് ധനികനും ദൈവരാജ്യവും എന്നുള്ളതാണ്. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശുവിൻ്റെ പക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈശോ കൊടുക്കുന്ന മറുപടി നമുക്കറിയാം. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. എന്നിട്ട് അവിടുന്ന് പ്രമാണങ്ങളെല്ലാം പറയും, ഇത് അനുസരിക്കുക. ഉടനെ ആ മനുഷ്യൻ മറുപടി കൊടുക്കുകയാണ്, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. തൊട്ടടുത്ത വചനം മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 21-ാം തിരുവചനം ഇതാണ്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് സുവിശേഷം പറയുക. യേശു അവനെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ തമ്പുരാൻ നമ്മോടും പറയും, നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ നമ്മെ ഓർമ്മിപ്പിക്കും. അതൊക്കെ മാറ്റിവെക്കാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും ദൈവസ്നേഹം ഉള്ളിൽ നിറയുന്ന ഒരു അനുഭവം നമുക്ക് ലഭ്യമാകും. ഒപ്പം പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, ഇതുപോലെയുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ഈ സ്നേഹകടാക്ഷം അനുഭവിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും പറ്റിയിട്ടുണ്ടോ? അതിനായിട്ട് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കാറുണ്ടോ? ചിലരൊക്കെ തമ്പുരാൻ്റെ സന്നിധിയിലിരുന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ കണ്ണുനീർ പൊഴിക്കും. അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലരെയെല്ലാം കണ്ടിട്ടുണ്ട്. ഈശോയുടെ സന്നിധിയിൽ നിന്നും മാറുമ്പോൾ എന്തോ നഷ്ടപ്പെട്ട ഒരു അനുഭവം, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറാൻ കഴിയാത്തത് കൊണ്ട് കണ്ണുനീരൊഴുക്കുന്ന ഒരനുഭവം. പ്രിയമുള്ളവരെ, അത് അവിടുത്തെ സ്നേഹകടാക്ഷത്തിനായിട്ട് സ്വയം വിട്ടുകൊടുക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇവിടെ ഈ മനുഷ്യനോട് ഈശോ പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. ഈശോയ്ക്ക് അവനോട് വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് അവനോട് പറയുക, നിനക്കൊരു കുറവുണ്ട്, ആ കുറവ് നികത്തിയിട്ട് പിന്നീട് എൻ്റെ ഒപ്പം വരിക. പക്ഷേ വചനം എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയാം. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരികെ പോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ഈ മനുഷ്യന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അതാണ് വ്യക്തിപരമായി ദൈവത്തെ അനുഭവിക്കുന്നതിൽ നിന്നും അവനെ മാറ്റി നിർത്തിയത്, അവന് തടസ്സമായത്. പ്രിയമുള്ളവരെ, ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് പണം മാത്രമാണ് എന്ന് ചിന്തിക്കരുത്. പണം മാത്രമല്ല, മറിച്ച് ഈ ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ തന്നെ വ്യക്തിപരമായ ചില ആഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ ഈ ലോകം നൽകുന്ന ചില സുഖങ്ങളാകാം, പാപം നൽകുന്ന നൈമിഷിക സന്തോഷമാകാം.
എന്തുമാകട്ടെ അതെല്ലാം ഈ സമ്പത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് മാറ്റിവെച്ചാൽ ഉറപ്പായും ദൈവസ്നേഹം അനുഭവിക്കാൻ നമുക്ക് പറ്റും. ഈശോയെ വ്യക്തിപരമായിട്ട് അറിയാനുള്ള ഒരു കൃപ ലഭിക്കും. ദൈവം യേശു ആ മനുഷ്യനെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചു. യോഹന്നാൻ ശ്ലീഹ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ പറയുന്ന ഒരു വചനമുണ്ടല്ലോ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതലുള്ള വചനഭാഗം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. തൊട്ടടുത്ത വചനം ഇതാണ്: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിലാണ് യഥാർത്ഥ സ്നേഹം. പ്രിയമുള്ളവരെ, ഓരോ നിമിഷവും തമ്പുരാൻ ഇതുപോലെ നമ്മെ സ്നേഹിക്കുകയാണ്, സ്നേഹപൂർവ്വം നമ്മെ കടാക്ഷിക്കുകയാണ്. അത് അനുഭവിക്കാൻ ദൈവസന്നിധിയിലിരിക്കാൻ നമുക്ക് പറ്റണം. തമ്പുരാൻ്റെ അരികിലേക്ക് ചെല്ലാൻ നമുക്ക് കഴിയണം. തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്, വ്യക്തിപരമായ ഒരു ദൈവാനുഭവം. മോശയുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്, വ്യക്തിപരമായ ദൈവാനുഭവം. ഈ മനുഷ്യന് ആരംഭത്തിൽ ലഭിച്ചതും പിന്നീട് നഷ്ടമായതും അതാണ്. നമ്മളൊക്കെ എത്രയോ കാലമായി നമ്മുടെ വിശ്വാസം ജീവിക്കുന്നു, എത്രയോ കാലമായി ദേവാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു, എത്രയോ നാളുകളായി വിശുദ്ധ ബലി അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു ദൈവാനുഭവം ലഭിക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദുഃഖമുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ? തോമാസ് ശ്ലീഹായോടൊക്കെ നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകാത്തത്? നമ്മൾ ചിന്തിക്കണം. 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം തിരുവചനം നമുക്ക് അറിയാവുന്ന ഒരു വചനമാണ്. 34-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. അവിടെ ദൈവം പറയുകയാണ്: കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. 34-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവം എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയാൻ, അനുഭവിച്ചറിയാൻ നമുക്ക് പറ്റണം. വീണ്ടും ഈ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായം, യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് 21. 21-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനം, 20 മുതലുള്ള തിരുവചനം. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കും: പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട്, കർത്താവെ, ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത്. യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടക്കുന്ന ഒരു ശിഷ്യനെക്കുറിച്ചാണ് വചനം പറയുക. ഇതേ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ അത് വായിക്കും. 13-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വചനഭാഗം. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു: അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. പിന്നീട് യേശുവിനോട് സംസാരിക്കുന്നത് ആ ശിഷ്യനാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശുവിൻ്റെ വക്ഷസിൽ ആ മനുഷ്യൻ, ആ ശിഷ്യൻ ചാരിക്കിടന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട് നമ്മൾ മാറണം. അങ്ങനെ ചേർന്ന് നിന്നാൽ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തും, ദൈവം തന്നെ വെളിപ്പെടുത്തും. പ്രിയമുള്ളവരെ, തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ സംഭവിച്ചത്, മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇതാ ഈ ശിഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അതെല്ലാം അതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് ആ ഒരു അനുഭവത്തിലേക്കാണ്.
വ്യക്തിപരമായിട്ട് തമ്പുരാനെ അനുഭവിച്ചറിയുന്ന ഒരു നിമിഷം. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ കൂടെയാണ്. അത് നല്ലതാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അഭിഷേകവും ശക്തിയുമുണ്ട്. എങ്കിലും വ്യക്തിപരമായി തമ്പുരാനെ ഒന്ന് രുചിച്ചറിയാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അടുത്ത് വായിച്ച ഒരു കഥ അല്ലെങ്കിൽ സംഭവം ഓർക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കാര്യം. കുറേ മനുഷ്യർ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. അതിൽ നിരീശ്വരവാദിയായ, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവമില്ല എന്ന് സ്ഥാപിക്കുകയാണ് ആ മനുഷ്യൻ്റെ ലക്ഷ്യം. കുറേ അധികം പുസ്തകങ്ങളിൽ നിന്നും പല കാര്യങ്ങളും പറഞ്ഞു. പല തത്വചിന്തകരെയും അദ്ദേഹം ഉദ്ധരിച്ചു. എന്നിട്ട് അവസാനം ചോദിച്ചു, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആ കൂട്ടത്തിൽ പ്രായമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ കൈവശം കുറേ ആപ്പിളുകളുണ്ടായിരുന്നു. അതിൽ ഒരാപ്പിൾ എടുത്ത് ആ മനുഷ്യനൊന്ന് കടിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ കുറേ അധികം നേരം സംസാരിച്ചു, പല തത്വചിന്തകരെയും കുറിച്ച്, പല പുസ്തകങ്ങളെയും കുറിച്ച് പറഞ്ഞു, പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല. എന്നിട്ട് ഈ മനുഷ്യൻ തൻ്റെ കൈവശമിരുന്ന ആപ്പിൾ ഒരിക്കൽ കൂടി രുചിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആപ്പിളിൻ്റെ രുചി എന്താണ്? ഇത് കേട്ട് എല്ലാവർക്കും അത്ഭുതമായി. അത് കേട്ട് ആ മനുഷ്യനും പറഞ്ഞു, നിങ്ങൾ കഴിക്കുന്ന ആപ്പിളിൻ്റെ രുചി എന്നോടാണോ ചോദിക്കുന്നത്? അത് നിങ്ങളല്ലേ കഴിക്കുന്നത്? അത് എൻ്റെ കൈവശം തരികയാണെങ്കിൽ ഞാനതിൻ്റെ രുചി പറയാം. പ്രിയമുള്ളവരെ, ഈ പ്രായമായ ആ വ്യക്തി കൊടുത്ത മറുപടി ഇതാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ എൻ്റെ കർത്താവിനെയും രുചിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ കർത്താവിനെയും രുചിച്ചിട്ടില്ല. രുചിക്കാതെ ഒരിക്കലും ഒരു അഭിപ്രായം പറയരുത്. പ്രിയമുള്ളവരെ, അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ഏറെ ആവശ്യമാണ്. ആ വ്യക്തിപരമായ ദൈവാനുഭവത്തിൽ നിന്നുമാണ് കൂടുതൽ കൂടുതൽ വളരുവാൻ, അനുഗ്രഹങ്ങളിലേക്ക്, അഭിഷേകത്തിലേക്ക് വളരുവാൻ നമുക്ക് പറ്റുക. അതുകൊണ്ട് നമ്മൾ ധ്യാനിച്ച ഈ വചനഭാഗങ്ങളെല്ലാം അതിന് നമ്മെ സഹായിക്കട്ടെ. ഏറെ പ്രത്യേകമായി നമ്മുടെ പിതാവായ തോമാസ് ലീഹായുടെ മാധ്യസ്ഥവും നമുക്ക് യാചിക്കാം. നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റട്ടെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഒരു വചനം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അത് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം തിരുവചനമാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം തിരുവചനം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഇപ്രകാരം പറയാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.